പ്രേം നസീർ എന്ന് പറയുന്നത്. എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ മകനായിട്ട് എല്ലാത്തിലും അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവകാശമായിട്ട് ഓരോന്ന് പറയാനും അടിക്കാനും വഴക്ക് പറയാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതൊക്കെ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കും ഓരോരുത്തരിങ്ങനെ നസീറിനെക്കാളും കാത്തിരിക്കുന്നില്ലേ. ഞാൻ എത്ര സ്വാതന്ത്ര്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അതുപോലെ ഒരു മനുഷ്യൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ എത്ര സ്നേഹമായിരുന്നറിയാമോ. അതൊക്കെ ആലോചിക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോഴും. എന്തിനാ ഈ പഴയ കാലങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും. ചേച്ചി പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് 2 മക്കളുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതായിരുന്നു. എനിക്ക് 2 ആൺകുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് പ്രേം നസീറിൻ്റെ മാതിരി ഇരിക്കണം, ഒന്ന് യേശുദാസിനെ മാതിരി ഇരിക്കണം. യേശുദാസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതും എനിക്ക് യേശുദാസിനോടുള്ള ആ ഒരു സ്നേഹമൊക്കെ ആ സംഗീതത്തിനോടുള്ള ഒരു എന്താ പറയണ്ട ഒരു ആകർഷണമല്ല, ഒരു ആരാധനയാണ്. അതുപോലെ ഇനി ഒരു മനുഷ്യൻ വന്ന് പാടാൻ സാധിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാകുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിലെ തോന്നല ഞാനീ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇനി ഉണ്ടാകുമോ, നസീറിനെ പോലെ ഒരു വ്യക്തി ഉണ്ടാകുമോ? ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളാണ് കേട്ടോ. ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കാം. പിന്നെ ജയന്റെ കൂടെ വളരെ കുറച്ച് പടങ്ങളെ ഞാൻ അഭിനയിച്ചു. അല്ല 2 പടം അഭിനയിച്ചേക്കുന്ന അല്ല, 2 പടം എന്നല്ല, 5-ാമത്തെ പടം അഭിനയിച്ച് കാണുമായിരിക്കും. എങ്കിലും എനിക്ക് ജയനോട് ഇവരുടെയൊക്കെ ഉള്ള ആ ഒരു എന്താ പറയുക, ഒരു ഹൃദയബന്ധമല്ല, ഒരു ഇഴുകിച്ചേരൽ, ഇവരുമായിട്ടൊക്കെ ഒരു ഇഴുകിച്ചേരൽ. കാരണം അന്ന് ഞങ്ങൾ കുറച്ച് 10-18-20 ആർട്ടിസ്റ്റുകളേ ഉള്ളൂ മൊത്തം മലയാള സിനിമയിൽ. ആ 10-20 പേരാണ് ഈ 3-4 ബാച്ചായിട്ട് തിരിഞ്ഞ് ഓരോ സിനിമയിൽ ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പം എല്ലാവരും മിക്ക ദിവസങ്ങളിലും പരസ്പരം കാണുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധം അത് കൂടുതലും ഉണ്ടായിരിക്കുന്ന ഇവരൊക്കെ ആയിട്ടായിരുന്നു. ബാസ് ചേട്ടന്, ബഹദൂർ, പിന്നെ തിക്കുറിശ് ചേട്ടന്, കൊട്ടാരക്കര ചേട്ടന്, അങ്ങനെ. ജയനൊക്കെ 2ാമത് വന്ന ജയന്, സോമന്, സുകുമാരൻ അവരൊക്കെ അടുത്ത ബാച്ചാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ്, പിന്നെ ഇടയ്ക്ക് വന്ന് കയറിയതാണ് ഇവരൊക്കെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് അവരെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും സാധിക്കില്ല. സത്യൻ നസീർ എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യമാഷിന്റെ എത്രയോ പടങ്ങളിൽ അഭിനയിച്ചു. എൻ്റെ മകനായിട്ടല്ലേ സത്യ മാസ്റ്റർ അഭിനയിച്ചിരിക്കുന്നത്. സത്യ മാസ്റ്റർ ഞാൻ കാണുന്നത് എൻ്റെ 9-ാമത്തെ വയസ്സിലാണ് ആദ്യം കാണുന്നത്. അദ്ദേഹം അന്ന് സബ് ഇൻസ്പെക്ടറായിട്ട് ആലപ്പുഴ വന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ കടയിൽ വരികയും അച്ഛനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അന്ന് കണ്ട് പിന്നെ അന്ന് ഞാൻ പിന്നെ ഒരു 12 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ബാലനടിയായിട്ട് 2-3 പടങ്ങളിൽ അഭിനയിച്ചു. ഇദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ട്രിവാൻഡ്രത്ത് എവിടെയും പോയി. അത് പിന്നെ എനിക്കറിയില്ല. സത്യൻ എന്ന് പറഞ്ഞ ആളിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നത് 62-ൽ ഞാൻ മദ്രാസിൽ വന്നു ഒരു പടം അഭിനയിക്കാനായിട്ട്. വേലിത്തമ്പി തവള എന്ന് പറഞ്ഞ പടം അഭിനയിക്കാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ആ പടം അഭിനയിച്ച് കഴിഞ്ഞ് വേറെ 2-3 പടങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പടത്തിൽ എന്നെ വിളിച്ചു. അതിൽ സത്യൻ്റെ അമ്മയായിട്ടാണ്. ഞാൻ 62-ൽ വന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത് അമ്മ വേഷമാണ്. അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അമ്മ വേഷമായിട്ട് പിന്നെ വേറെ മാറി ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ സത്യൻ്റെ അമ്മയായിട്ട് എന്നെ വിളിച്ചു. ഞാൻ മേക്കപ്പ് ഇട്ട് അവിടെ ചെന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ സത്യൻ എന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നെ കാണുന്നത്. എൻ്റെ 8-9 വയസ്സിൽ കണ്ടതാണ്. അദ്ദേഹത്തിന് എൻ്റെ അച്ഛനെ നല്ലപോലെ അറിയാം, പക്ഷേ എന്നെ അത്ര ഓർമ്മയൊന്നുമില്ല. ഒരു അമ്മയുടെ വേഷത്തിന് പുതിയൊരാളാണെന്ന് പ്രൊഡക്ഷനിലെ ആരോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ആരാണെന്ന് ചോദിച്ചു. പുതിയ ഇപ്പോൾ 3-4 പടങ്ങളിൽ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മേക്കപ്പ് ഇട്ട് ഇത് മുണ്ടും നേരിതൊക്കെ കൊടുത്ത് ഞാൻ ചെല്ലും. അങ്ങനെ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്, ശശികുമാർ അടുക്ക ഇരിപ്പുണ്ട്. 2 പേര് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചെന്നത്. ശശികുമാർ ആലപ്പുഴ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. ഞങ്ങളെല്ലാം നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ. അവിടെ ചെന്ന് കഴിഞ്ഞോടെ ഇത് ഇവരാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ പറഞ്ഞു ഇവിടെ വരും എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്ക ചെന്നു. പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു TR ഓമന. TR ഓമനെ എവിടെയാ സ്വദേശം? നമ്മൾ ആലപ്പുഴ. ആലപ്പുഴ എവിടെയാ? ആലപ്പുഴ എൻ്റെ അച്ഛൻ്റെ പേര് TR ഗോപാലപിള്ള എന്നാണ്. തടിക്കട ഗോപാലപിള്ള ചേട്ടൻ്റെ മകളാണോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും അതേന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. നേരെ ശശികുമാറിൻ്റെയൊക്കെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം, ഈ കൊച്ചിനെ കൊണ്ട് എൻ്റെ അമ്മ വേഷം എടുപ്പിച്ച് എന്നെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കരുത്. കാരണം ഇതിനെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടതാണ്. ഇത്രയും ചെറിയ കുട്ടികളെയൊക്കെ അമ്മ വേഷം കെട്ടിക്കുന്ന മോശമല്ല. അതും എൻ്റെ അമ്മയായിട്ടൊക്കെ നിങ്ങൾ അത് ഒരു കാര്യം ചെയ്യും,
വേറെ ആരെങ്കിലും ഏർപ്പാട് ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നിയെന്ന് പറയാൻ, ഞാൻ പടങ്ങളിൽ അഭിനയിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് നാടും വീടും കൂടും ഒക്കെ വിട്ട് ഇവിടെ വന്നിരിക്കുകയാണേ. അപ്പോൾ എൻ്റെ ഒരു പടം പോയില്ലെങ്കിൽ ഒരു കാരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഉടനെ ശശികുമാർ പറഞ്ഞു, അല്ല സാറേ അത് എനിക്കൊരു കാര്യം പറയാനെന്നും കൊണ്ട് അങ്ങനെ മാറ്റി നിർത്തി എന്തോ സംസാരിച്ചു. അതെന്താ എനിക്കറിയില്ല. ഇവർ രണ്ടും കൂടെ കുറച്ച് മാറി നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, അച്ഛൻ എവിടെയാണ് ചോദിച്ചു. അപ്പം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ശരി. അപ്പം നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട്, അതുവരെ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ, ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വരണം, വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനമായി. അപ്പോൾ പറഞ്ഞിട്ട് എന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ആ സീനെടുത്തു. 9 മണിയായപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു. എൻ്റെ പറഞ്ഞു, എൻ്റെ കാറിൽ പോവാം, വരൂ എന്ന് പറഞ്ഞു. എൻ്റെ അപ്പോൾ ഞങ്ങൾ രംഗരാജപുരം ഇതിൻ്റെ അടുത്ത സ്ട്രീറ്റിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ നേരെ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് പോയി വണ്ടി നിർത്തി ഇറങ്ങി റൂമിലേക്ക് കയറിയപ്പോൾ എൻ്റെ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പറഞ്ഞു, ആ വാക്ക് ഞാനിപ്പോഴും മറന്നു, എൻ്റെ ചേട്ടനെ ഞാൻ ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിഷമിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇല്ല സത്യ, എൻ്റെ ഒരു തലയിലെഴുത്ത് ഞാനിങ്ങനെയൊന്നും വന്നിരിക്കേണ്ടതല്ല, എൻ്റെ കുട്ടികൾക്ക് യോഗമില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. അപ്പോഴാണ് അങ്ങനെ പറയുന്നത്, ചേട്ടൻ ഒരിക്കലും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഓമനയ്ക്ക് ഇനി ഒരു വിഷമം ഉണ്ടാകില്ല, ഞങ്ങൾ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനൊരു സമാധാനം തന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതെപ്പോഴും ഓർക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ ആ സ്മരണയോ ആ വാക്കുകളോ ഇപ്പോൾ ഉള്ള ആളുകളിൽ നിന്ന് വരുമോ? വരത്തില്ല. ഇതൊക്കെയാണ് ഞാൻ പഴയതും പുതുതായിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്.